ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലിസ് കേട്ടോ. അപ്പം മഴയൊക്കെ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മളൊരു വെറൈറ്റി കാഴ്ചകൾ തേടിയാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിരുന്ന ഒരു ഗ്രാമമാണ്. അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റിന് ഉള്ളിലേക്കാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാമം, പിന്നീട് അടുത്ത ഒരു ഫോറസ്റ്റ്, പിന്നെ അടുത്ത ഗ്രാമം, അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ മുനിയറ വരെ എത്തും കേട്ടോ. മുനിയറ ടൗണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. അതിന് ഇപ്പുറം കൊണ്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ ഇൻസ്റ്റയെ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലിസ്. എന്നാണെങ്കിൽ ഭയങ്കര തണുപ്പാട്ടോ. ശരിക്കും മഴക്കാലം ആയതുകൊണ്ടേ ഒരു രക്ഷയില്ല. ജാക്കറ്റ് ഊരി വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തത്. ജാക്കറ്റ് ഇൻട്രോ എടുക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം നമുക്ക് പോകാനുള്ള വഴിയെന്ന് പറയുന്നത് ഈ കാണുന്ന വഴി കൂടെയാണ് കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള വഴി. ഇതിലൂടെ നമുക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മരക്കാനത്തെത്താം. മരക്കാനത്ത് പിന്നെ ഫോറസ്റ്റ് ഉള്ളിൽ സഞ്ചരിച്ച് സൗത്ത് കുമ്പിടിഞ്ഞാലെത്താം. അവിടെ നിന്ന് നമ്മൾ പിന്നെ സഞ്ചരിച്ച് നമുക്ക് മുനിയറ വരെ എത്താം കേട്ടോ. കിടിലം വൈബാണ്. യാത്ര അങ്ങോട്ട് തുടങ്ങാം അല്ലേ. നമ്മളങ്ങനെ യാത്ര തിരിച്ചു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴിക്ക് ഈ കുട്ടികളൊക്കെ നിൽക്കുന്നില്ലേ, സ്കൂളൊക്കെ വിട്ട് വന്നേക്കണെയാണ്. ഹായ്, നീ മാറി നിൽക്കുവാണോ? എത്രയുള്ള പഠിക്കണേ? 7 എവിടെ വീട്? എവിടെയാ? മറ്റേ നാടുകാണി കയറിപ്പോ അല്ലേ? ആയിക്കോട്ടെ, പറ. അടുത്ത ദിവസം ആട്ടെ. ഇപ്പോൾ ഈ റൂട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. ഗ്രാമങ്ങൾ തേടി പോവാ. പോകട്ടെ, ശരി. അപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചു കേട്ടോ. ഇത് ഫുള്ള് കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ റിസർവറിൻ്റെ ചുറ്റുമുള്ള ഫോറസ്റ്റ് ഏരിയ ആണ്. ഞാൻ പൊന്മുടി ഡാമിൻ്റെ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് ഫോറസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ജനവാസ മേഖലയുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കുറേ നാളുകൾക്ക് മുമ്പ് ഈ വഴിയൊക്കെ ടാറിങ് ആയിരുന്നു. പിന്നീട് ആ ടാറിങ് എല്ലാം പൊളിഞ്ഞിട്ട് നിലവിലെ കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറുമ്പം എന്താ ഫീലെന്ന് എനിക്കറിയില്ല. നല്ല മഴയൊക്കെ പെയ്ത് ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ പച്ചപ്പ് തിങ്ങി നിറഞ്ഞ ഒരു കാടിൻ്റെ അല്ലേ, ഒരു ഇരുണ്ട് കിടക്കുന്ന ഒരു പ്രതീതിയല്ലേ. ശരിക്കും ഇവിടെ ശരിക്കും ധാരാളം പക്ഷികളെയും അതുപോലെ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ ചെന്ന് ചേർന്ന ഒരു സ്ഥലത്ത് കുറച്ച് ആൾ താമസമൊക്കെയുള്ള മേഖലയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ നമ്മളിവിടുന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് മരക്കാനം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ആ വഴിക്കടെ നമ്മളെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കണ്ടോ എന്തൊരു ഫീലാന്ന് നോക്കിയേ. ആ വഴിയൊക്കെ കയറി തന്നെ കാഴ്ച കണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആർക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ പ്ലേസ് അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് പെർമിഷൻ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്, ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട്. നമ്മളങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പിന്നെ നമ്മൾ ഈ ഒരു വളവ് കൂടെ കഴിഞ്ഞാൽ പിന്നെ കൃഷി മേഖലയിലേക്കാണ് ചെന്ന് ചേർന്നു കേട്ടോ. ഫുള്ള് തേക്കും പ്ലാന്റേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് തേക്കും പ്ലാന്റേഷൻ വെച്ച് പിടിപ്പിച്ചങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ വേറെ സൈഡിൽ കാടും ഉണ്ട് കേട്ടോ. ഇനി ഈ ഒരു സ്ഥലം നോക്കി തൊട്ട് നമുക്ക് ധാരാളം വീടുകൾ കാണാൻ പറ്റും. ധാരാളം വീടില്ല, ഇവിടെ ഒരു കുറച്ച് വീടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കും. അത് കഴിഞ്ഞാണ് ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ശരി, നമ്മളങ്ങനെ കാടൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ വഴി ഇങ്ങനെ പോയിട്ട് കൊന്നത്തടിക്ക് പോകാവുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വീടുകളുണ്ട്. പക്ഷേ ജനവാസ മേഖലയൊക്കെ വളരെ കുറവാണ്. കാരണം യാത്രാ സൗകര്യം തന്നെയാണ് പ്രധാനം. യാത്രാ സൗകര്യം ഇവിടെ ഇല്ല. മരക്കാനം വഴിയൊന്നും വാഹന സർവീസ് ഇല്ല. സ്വന്തം വാഹനങ്ങളുള്ളവർക്കും സ്കൂൾ വാഹനങ്ങളിലൊക്കെ ആളുകൾ കയറി പോകും. അതാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. ഇവിടെ ഒരു കൊച്ചു വീട് കണ്ടോ, നല്ല ആംബിയൻസ് അല്ലേ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇനി പ്രവേശിക്കുന്ന വീണ്ടും നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് മൂന്നാറിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് ജീപ്പുകൾ ആളുകളെ കൊണ്ട് വരുന്ന ഒരു എക്കോ പോയിൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് അത് എന്തോ കാരണം കൊണ്ട് നിർത്തലാക്കിയിട്ട് ഒരു പക്ഷേ വഴി മോശം, റോഡ് മോശമായതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ നിർത്തലാക്കിയെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ വന്ന് താഴേക്ക് നമ്മുടെ പൊന്മുടി ഡാമിലേക്കൊക്കെ വാഹനം കൊണ്ട് ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ആളുകൾ എന്താ പറയുക എൻജോയ് ചെയ്ത് കയറി വരുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്പോട്ടിലേക്കാണ് ഇനി നമ്മൾ ചെന്ന് ചാടുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ മൂന്നാറിൽ നിന്ന് ജീപ്പ് കൊണ്ടുവരുന്ന ആളുകൾ ഇവിടെ എത്തുന്നില്ല.
എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. വേനൽക്കാലത്ത് ഒരു വർഷം വരുമായിരിക്കും കേട്ടോ. ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഇടയ്ക്കൂടെ പൊന്മുടി ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന കാഴ്ച ഉണ്ടോ? ഇതിൻ്റെ പൊന്നെ നിറഞ്ഞ തുളുമ്പി ഇതേ. അപ്പോൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടൊക്കെ പോയി താഴെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് ആളുകൾ തിരിച്ചു തന്നെയാണ്. പക്ഷേ ഇനി നല്ല അടിപൊളി ആംബിയൻസിലാണ്. ഫുള്ള് കോൺക്രീറ്റ് വഴിയാണ്. ഈ ഒരു സൈഡ് കണ്ടോ, ഫുള്ള് കാട്. ഞാൻ പറഞ്ഞില്ലേ, കാടിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമം കാണാൻ വേണ്ടി നമ്മളങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്ഥലമാണ് ഇവിടെ. വാവ്, സൂപ്പർ. ബോറടിക്കുന്നുണ്ടോ ഇതുപോലെ കണ്ടിട്ട്? എല്ലാം ഒരേപോലെ കാഴ്ചകൾ കാണുന്നു അല്ലേ? നമുക്ക് ഇവിടെ ഒന്ന് വണ്ടി നിർത്താം. നമ്മൾ കടന്നു വന്ന വഴിയാണ് കേട്ടോ. നോക്കിയേ, ഫുള്ള് തേക്കും പ്ലാന്റേഷൻ അല്ലേ? അപ്പോൾ അങ്ങനെ തേക്കും പ്ലാന്റേഷൻ ഇപ്പോൾ നിലവിൽ തീരാറാവുകയാണ്. ഇനി നമ്മൾ ശരിക്കും ഗ്രാമപ്രദേശത്തിലേക്കാണ് പോകുന്നത്. മരക്കാനം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയ ചെറിയ വാട്ടർ സ്ട്രീമുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റിയതുണ്ടോ. ഇതൊക്കെ ചെറിയൊരു എന്താ പറയുക, ചില സമയത്തൊക്കെ ഇതൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ മേഖലയെല്ലാം ഫുള്ള് കാടാണ്. ഇവിടെയൊക്കെ ധാരാളം ജീവികളുണ്ട്. പക്ഷേ ആന അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മളിത് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന വഴിയുടെ ഒരു അവസ്ഥ കണ്ടോ, എന്ത് രസമെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ? അപ്പോൾ അവിടെ നിന്നൊരു വണ്ടിയെങ്കിലും ഇപ്പം കയറി വന്നായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ? കുറച്ച് നേരം ആ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര അങ്ങനെ തുടരുന്നു. ഇപ്പോൾ നിലവിലെ കാട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഗ്രാമങ്ങളാണ് കേട്ടോ. ഈ വേലിയായിട്ട് കെട്ടിയിരിക്കുന്ന കൊന്നയൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ അല്ലേ? താഴെ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ അമ്പലം നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ മരക്കാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ധാരാളം വീടുകളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? വഴി പിന്നെ മോശമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൊന്നത്തടിയിൽ നിന്ന് മരക്കാനത്തിന് വന്ന വേറെ ഒരു വഴിയുണ്ട്. കൊന്നത്തടി പള്ളിയുടെ അവിടെ നിന്ന് മരക്കാനത്തിലേക്ക് കയറി വരാനുള്ള വഴിയുണ്ട്. ആ വഴിയും ഇവിടെയാണ് വന്ന് ചാടുന്നത്. മരക്കാനം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ തിങ്ങിപ്പറത്തുകൊണ്ടിരുന്ന മേഖലയാണ്, പ്രത്യേകിച്ച് നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ. ഇപ്പോൾ ആളുകളൊക്കെ കുറവാണ്, കാരണം വഴിയും കാര്യങ്ങളൊക്കെ വികസിക്കുകയൊക്കെ ചെയ്തുല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അല്ലേ? നമ്മുടെ കൊമ്പടിഞ്ഞാല് യാത്രയിൽ ഞാനൊരു വഴി നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇത് മരക്കാന പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആ വഴി അവിടുന്ന് ഇതിന് ടോപ്പിക്കലെയാണ് അന്ന് നമ്മൾ പോയ വഴി. ഇത് ശരിക്കും പറഞ്ഞാൽ പാരലായിട്ട് പോണ വഴിയെന്ന് പറയാൻ പറ്റും. ഇവിടെ കുറച്ച് സൂചന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മുനിയറ, അടിമാലി, പാറത്തോട്, രാജക്കാട് നമ്മൾ വന്ന വഴി. പാറത്തോട് നേരെ മുനിയറ പോകേണ്ടത് ഇതാണ് കേട്ടോ. നമുക്ക് ഇതിലൂടെയാണ് ഇനി നമുക്ക് യാത്ര തിരിക്കേണ്ടത്. അപ്പം ഇവിടെ അതിൻ്റെ സൂചന ബോർഡാണ്. ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ ടൈം ആയതുകൊണ്ടായിരിക്കാം ഒരു വർഷം തുറന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു പഴയ ഗ്രാമം അല്ലേ, പഴയ രീതിയിലുള്ള ഗ്രാമങ്ങളാണ്. ഈ സൈഡിൽ ഒരു ചെറിയ വീടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല മനോഹരമായ ഒരു ഞാവലൊക്കെ കാണാൻ പറ്റും. ഞാവലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്കറിയത്തില്ല. ഇവിടെ ആരെയും കാണുന്നില്ല സുഹൃത്തുക്കളെ, ആരെയും കാണുന്നില്ല. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തണുത്ത് മൂടി നിൽക്കുകയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. എന്നാണെങ്കിലും നല്ല അടിപൊളി ഒരു കുരിശുപള്ളി, കൊന്നത്തടി പള്ളിയുടെ കുരിശുപള്ളി കേട്ടോ. കൊന്നത്തടിയല്ല, പൊന്മുടി പള്ളിയുടെ കുരിശുപള്ളിയാണ്. നമ്മൾ ഇതിനു മുമ്പ് കൊന്നത്തടി ഗ്രാമം ചെയ്തില്ലേ, അന്നുണ്ടായിരുന്നപ്പോൾ ചെയ്ത ആ പള്ളിയുടെ കുരിശുപള്ളിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പുകളൊക്കെ കാണാം കേട്ടോ. അടിപൊളി. ഈ മരവും ആ കടയൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി അല്ലേ, നല്ല ആംബിയൻസ് അല്ലേ.
നമ്മുടെ മരക്കാനം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അപ്പം മഴ പണി തരുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ പോയിട്ട് നേരെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം നേരെ ഞാൻ പറഞ്ഞില്ല, നേരെ പോയ വഴി നമുക്ക് കൊമ്പടിഞ്ഞാൽ കൂടി നമുക്ക് പോകാൻ പറ്റും. പക്ഷേ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വഴി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണല്ലോ. നോക്കിയേ, പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു യാത്ര. ആന ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആന ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല കേട്ടോ. അങ്ങനെ ഇതുവരെ എൻ്റെ ഒരു അറിവിൽ കിട്ടിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് നമ്മളിവിടെ പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്താണെങ്കിലും ആനയില്ലെങ്കിലും ഇഷ്ടംപോലെ മരത്തിൻ്റെ കമ്പൊക്കെ ഒടിഞ്ഞ് കയറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ഹൈലൈറ്റാണ്. നിങ്ങൾ നോക്കിയേ, മരത്തിൻ്റെ കാഴ്ചയൊക്കെ കണ്ടോ, ഫുള്ള് ഫോറസ്റ്റ്, പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യണത്. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വന്നു കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കൊണ്ടുപോയി കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ വേണ്ടേ? ചുമ്മാ പറഞ്ഞത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടിനും കൊണ്ട് മാത്രം പറഞ്ഞതാണ്, ഒരു ആഗ്രഹം കൊണ്ടൊക്കെ പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സാരമില്ല, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ വീടിൻ്റെ കരച്ചിലേ എനിക്കിത് കേട്ടിട്ടുണ്ടോ, ഒരു ചെറിയ ഭയം കേട്ടോ. നന്നായിട്ട് ഇരുണ്ട് കൂടി കിടക്കുകയാണേ. ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊന്മുടി ഡാമിൻ്റെ ജലാശയം കയറി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്കിവിടെ വണ്ടി ഒന്ന് നിർത്താവേ. മീനുണ്ടോ ഏട്ടാ? മീനുണ്ടോ? ആണോ? അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ പൊന്മുടി ജലാശയം കയറി കിടക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതിലോട്ടുള്ള യാത്രയിൽ ഇങ്ങനെയും കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരക്കാനത്തു നിന്നൊക്കെ, മരക്കാനമല്ല, കൊന്നത്തടിയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ചെറിയൊരു തോടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ചീവിടിൻ്റെ കരച്ചിൽ കേട്ടോ. ഇന്ന തിക്ക് ഫോറസ്റ്റാണ് നോക്കി, ഫുള്ള് ഫോറസ്റ്റ് അല്ലേ. പക്ഷെ എൻ്റെ പൊന്നും മച്ചന്മാരെ, അവിടെയൊക്കെ നല്ല ഒരു വാട്ടർഫാൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഫുള്ള് അള്ളാണേ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്ന ഒരു വാട്ടർ സ്ട്രീമാണിത്. തോട്, വാട്ടർ സ്ട്രീം എന്ന് പറയാൻ പറ്റില്ല, തോടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ കണ്ടോ വേരിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ. ഫുള്ള് കാടെന്ന് പറഞ്ഞാൽ പക്ക കാടിൻ്റെ ഫീല്. അയ്യോ, ഞാനുണ്ടല്ലോ ഗ്രാമമൊക്കെ ആയില്ലോ എന്ന് പറഞ്ഞാൽ, കാടൊക്കെ തീർന്നില്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് നോക്കിയേ, നമ്മുടെ ഓരോ സെക്കൻഡ് ഈ വഴികളിങ്ങനെ ഞെട്ടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയാണ്. താഴെ ഒരു 2-3 വീടുണ്ട് അപ്പുറം കുറച്ച് താഴെ. അതാണ് ഞാൻ പറഞ്ഞ ഗ്രാമമായിരുന്നു. പക്ഷേ ഈ ഒരു മേഖലയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് കാടാണ് കാണുന്നത്. ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നമുക്ക് സൗത്ത് കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫോനെ നനയുമെന്ന് അറിയത്തില്ല കേട്ടോ. കുടയില്ല, അതാണ് പ്രധാന കേസ്. കുടയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിഷയമില്ലായിരുന്നു. വാവ്, സൂപ്പർ. നമ്മളിത്ര നേരം സഞ്ചരിച്ച അതേ ആ ഒരു രീതിയല്ല കേട്ടോ, കുറച്ചും കൂടെ വ്യത്യസ്തമുണ്ട് നമ്മളിനി പോകുന്ന വഴിക്ക്. മഴ പെയ്തുകൊണ്ട് കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്താണെങ്കിലും നല്ലൊരു സ്ഥലം നോക്കി നമുക്ക് കയറി നിൽക്കാൻ കിട്ടണം. മഴ ശക്തമാകുന്നൊക്കെയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് സംശയമില്ലാക്കില്ല. നോക്കിയേ, ഓ, ഇപ്പോൾ സംഭവം എന്താ അറിയാമോ, എവിടെ നമുക്ക് കയറി നിൽക്കാനുള്ള പ്ലേസ് പോലും ഇല്ല കേട്ടോ. മഴ നല്ല അടിപൊളി മഴയായി, നനയേണ്ട ഗതികേട്ടാണ് ഇപ്പോൾ വന്നേക്കണേ. അങ്ങനെ നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയെങ്കിലും നമുക്ക് വണ്ടി കയറ്റി ഒന്ന് ഒതുക്കണം.
ഫൈനലി നമ്മളത് സൗത്ത് കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ. ഇതാണ് സൗത്ത് കൊമ്പടിഞ്ഞാൽ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം, നല്ലൊരു കട്ടൻ ചായ കിട്ടുമെന്ന് നോക്കണം കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് മുനിയറയിലേക്ക് യാത്ര എത്തിരിക്കാം. ഇവിടെ KC ബോർഡിൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൊമ്പടിഞ്ഞാൽ കേട്ടോ. നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കൊമ്പടിഞ്ഞാലിൽ അത്രയും ഇല്ല, പക്ഷേ ഇവിടെ വഴിയൊക്കെ വന്ന് ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് പൊക്കി കഴിഞ്ഞപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം റോഡിൻ്റെ അടിയിലായി പോയതാണ് കേട്ടോ. ഇവിടെ മനോഹരമായൊരു വീടുണ്ട്. മണിക്കൂർ ഏകദേശം ഒരു 15-20 മിനിറ്റായി. നല്ല കട്ട മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. ഞാനിപ്പോൾ പെട്ട് നിൽക്കുന്നത് കൊമ്പടിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കാറ്റുമുണ്ട്, അതാണ് എനിക്ക് പേടി. നമ്മൾ വന്ന വഴിയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പോലും എനിക്ക് പറ്റണില്ല. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം അല്ലേ. ഏകദേശം 4 മണിയോടുകൂടി ഞാൻ ഈ കൊമ്പടിഞ്ഞാൽ എത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് 4:45, 5 മണിയോടെ അടുത്ത സമയമായി. മണിക്കൊരു കുറവില്ല കേട്ടോ. നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് മഴയില്ലാത്തടത്ത് പോയി നമുക്ക് ഇത് എൻഡി പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. എന്നാലും ഒരു കോട്ടും ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജാക്കറ്റ് ഇട്ടു, അതിൻ്റെ മേളിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് ഇട്ടു. ഇനി നമ്മുടെ ഇടുക്കി കോട്ട് വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ഇനി മുനിയറ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്യാവശ്യം കോട്ടും ജാക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നു കേട്ടോ. പക്ഷേ ക്യാമറ ലെൻസ് തന്നെയുണ്ട്. ക്യാമറയ്ക്ക് ഉള്ളിൽ വെള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് മുനിയറയ്ക്ക് ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ കൂടി ഉള്ളൂ മുനിയറയ്ക്ക്. അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് പോകാമല്ലേ. ഫൈനലി നമ്മളങ്ങനെ മുനിയറയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. മുനിയറ അമ്പലക്കവലയിലാണ് ഈ വഴി ഞാൻ ആറുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊമ്പടിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്റർ ഇല്ല കേട്ടോ, 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ ഇങ്ങോട്ട് കയറി പോകുന്ന വഴിക്ക്. അതുകൊണ്ടോ മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് കോളമഞ്ഞിൽ അങ്ങോട്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയുണ്ടോ മലകളെല്ലാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ചായ കുടിക്കണം. ചായ കുടിക്കേണ്ട സമയമായി. വൈകുന്നേരം ഏകദേശം 5 മണിയായി. 5 മണിക്ക് എനിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാണ് കേട്ടോ. ഒരു എന്താ പറയണേ ബ്രോ, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ക്യാമറ എല്ലാം വെള്ളം കയറുക കൂട്ടുകാരെ. നമ്മളങ്ങനെ കല്ലാറുകുട്ടി നെടുകണ്ണൂർ റൂട്ടിൽ, അതായത് പണിക്കംകുടിക്കും മുനിയറയ്ക്കും ഇടയ്ക്കുള്ള ഈ കൊച്ചു കവലയിലേക്ക് നമ്മൾ വന്നെങ്കിൽ ചാടി നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തണം. ഇതാണ് ഞാൻ പറഞ്ഞ മുനിയറ അമ്പലക്കവല എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ കൂടുതൽ സൈഡോട്ടൊന്നുമില്ല, മഴയാണ്, നനഞ്ഞ് കുളിച്ച് നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് പേജ് ഇതൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ അവർക്കും ഗുഡ് ബൈ. മഴ അങ്ങനെ നനഞ്ഞ് വീണ്ടും വീട്ടിലേക്ക്. ഇനിയുള്ള സ്ഥലം എന്ന് പറയുന്നത് മുനിയറയാണ്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. സ്ഥലത്തിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ശങ്കരൻകുട്ടിപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്ന് ചാടി നിലവിലെ പൊന്മുടിയിൽ നിന്ന് യാത്ര തുടങ്ങി ഇവിടെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോയി ഒരു കട്ടൻ ചായയൊക്കെ കുടിക്കണം. അതുകൊണ്ടോ മലയൊക്കെ കണ്ടോ.